3 വർഷങ്ങൾക്ക് മുമ്പ് സയോന്റെ ഹീച്ചിന്റെ വിവാഹമൊക്കെ നടന്ന ആ ഒരു ദിവസമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. സയോണും അവളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്കൊക്കെ വന്നതിന് ശേഷം അവളും ഒരു മുറിയിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും ഇന്നു മുതൽ അത് നിന്റെ റൂമാണ്, നിന്റെ റൂമിലേക്ക് ഞാൻ ഒരിക്കലും വരികയില്ല. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളത് എന്റെ റൂമാണ്, എന്റെ റൂമിലേക്ക് നീ വരുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനും അവൾക്ക് മെസ്സേജ് അയക്കുന്നു. പിറ്റേ ദിവസം രാവിലെ അവൾ അവന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ പോലും നീ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. അതുപോലെ തന്നെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോൾ വരുമെന്ന് എനിക്ക് പോലും നിശ്ചയമില്ല. അങ്ങനെ ഇരിക്കെ നീ ഒരിക്കലും എനിക്ക് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് പാടില്ല എന്നായിരുന്നു അവനും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെയാണ് അവനും ഇപ്പോൾ ഓർത്തു നോക്കുന്നത്. അതായത് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പോലും തിരിച്ച് അവളുടെ അടുത്ത് വന്നതിന് ശേഷം നിനക്കെന്നെ വിവാഹം കഴിച്ചതിൽ ഇഷ്ടമുണ്ടായിരുന്നോ അതോ ഇഷ്ടമില്ലായിരുന്നോ? നിനക്ക് അത്രയ്ക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇനിയും പരസ്പരമൊക്കെ അറിഞ്ഞു ജീവിച്ചൂടെ? സയോണും അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഹീച്ചും സമ്മതമെന്ന രീതിക്ക് തലയാട്ടുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു രീതിക്കായിരുന്നു അവൻ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ അവന് കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാതിരുന്നതിൽ അവനും ഇപ്പോൾ കുറ്റബോധം തോന്നിക്കുകയാണ്. ഇനി കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിച്ച സീൻസിന്റെ ബാക്കി കാണിക്കുകയാണ്. ഹീജുവിനെ അന്വേഷിച്ചുകൊണ്ട് മുത്തശ്ശന്റെ വീട്ടിലൊക്കെ അവൻ എത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ വെച്ച് ഹീജുവിനെ കാണാനില്ല എന്ന വിവരമൊക്കെ ഇനവഴിയും അവൻ അറിയുന്നു. അപ്പോഴായിരുന്നു റിയൽ സൗണ്ട് അടുത്തുനിന്നും അവനും കോൾ വരുന്നത്. ഞാൻ നിന്റെ വൈഫിനെ കൊല്ലുവാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിയൽ സൗണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഹീജു നീ വിഷമിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല, ഞാൻ നിന്നെ തേടി എത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സയോണും പുറപ്പെടുവാനായിട്ട് തുടങ്ങുന്നു. നീ എന്നെ അന്വേഷിച്ച് വരേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഒരിക്കലെങ്കിലും ഞാൻ നിന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്തോട്ടെ. ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നീ മറക്കുവാനായിട്ട് പാടില്ല. ഇതെല്ലാം തന്നെ തുടങ്ങി വെച്ചത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഇതൊക്കെ അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഇനി ഒരിക്കലും നിനക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല എന്ന് പറഞ്ഞ് അവളും വേഗത്തിൽ കാറൊക്കെ ഓടിച്ചിട്ട് ഒരിടത്ത് ചെന്ന് ഇടിപ്പിക്കുന്നു. ഹീജുവിന്റെ ലൊക്കേഷനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവനും ആ ലൊക്കേഷനിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിലൊക്കെ അവളുടെ ഫോൺ കിടക്കുന്നതായിട്ടായിരുന്നു അവനും കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കാണ് പോലീസിന്റെ അടുത്തുനിന്നും അവന് കോളും വരുന്നത്. സയോണും ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു. പോലീസും ഓവർ സ്പീഡിൽ വന്നിട്ടുണ്ടായിരുന്ന കാർ ഇവിടെയൊക്കെ വന്ന് ഇടിച്ചിട്ട് വെള്ളത്തിലേക്ക് മറിഞ്ഞതാക്കുവാനാണ് സാധ്യത എന്നൊക്കെ ഉറപ്പിച്ച് പറയുകയാണ്. അവർക്ക് ഹീജുവിന്റെ ഒരു ചെരുപ്പ് ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരും അത് സയോണെ ഏൽപ്പിക്കുന്നു. ഇനി ഹീജുവിന്റെ ഫാമിലിയും ഈ ഒരു സ്ഥലത്തേക്കൊക്കെ എത്തിക്കുകയാണ്. എല്ലാവർക്കും ഹീജുവിന് അപകടം പറ്റിയതിൽ ഒരുപാട് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇനയുടെ അച്ഛനും സൗണ്ട് അച്ഛനെ പിടിച്ചിട്ട് നീ കാരണമാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചത്. നിന്റെ അച്ഛൻ റിയൽ സൗണ്ട് മരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനെ ശരിക്കും കൊല്ലുകയായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ മകൾക്ക് ഈ ഒരു ഗതിയൊന്നും വരികയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ട് അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ ഇനയാണ് നിങ്ങളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഹിജുവിനെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവരുടെയും അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഹിജുവിന്റെ അമ്മയും പോലീസിന്റെ അടുത്ത് അവൾ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാമോ എന്നൊക്കെ കരഞ്ഞപേക്ഷിക്കുന്നുമുണ്ട്. സയോണിന്റെ അമ്മയും ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്ന വിവരം സയോൺ മനസ്സിലാക്കുന്നുണ്ട്. സയോൺ അത് പോലീസിനെ അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസും ചെക്ക് ചെയ്യുന്നു. എല്ലാവരും തന്നെ ഫ്രണ്ട് ഡോർ വഴി ആയിരുന്നു ഇറങ്ങി പോയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അമ്മ അതുവഴി പോയതിന്റെ യാതൊരു വിധത്തിലുള്ള വിഷ്വൽസും പോലീസിന് ലഭിച്ചിട്ടില്ല. പോലീസ് അത് സയോണെ അറിയിക്കുമ്പോഴത്തേക്കും സയോണും വീട്ടിലേക്ക് എത്തിയിട്ട് അമ്മയുടെ കാറും പരിശോധിക്കുന്നു. പക്ഷെ കാറിലെ ഡാഷ് ക്യാം ദൃശ്യങ്ങളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത രീതിക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അവനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവനും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനെയും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ അമ്മയും സയോന്റെ മുമ്പിലേക്കൊക്കെ എത്തുകയാണ്. നിങ്ങളുടെ മകന് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം നിങ്ങൾക്ക് അറിയിക്കില്ല. അങ്ങനെ ഇരിക്കെ എല്ലാവരും ക്രൈം സീനിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ അവിടെ എത്തിയില്ല. എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്ന് സയോണും അമ്മയുടെ അടുത്തേക്ക് ചോദിക്കുന്നു. ഇവിടെ വെച്ചൊരു ട്വിസ്റ്റ് നടക്കുകയാണ്. നേരത്തെ ഒരു സീനില് റിയൽ സൗണ്ട് അമ്മ ഹസ്ബൻഡിന്റെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ പോലെ ഒന്നും തന്നെ അല്ല എന്നും അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനെ പോലെ തന്നെയുള്ള ഒരാൾ ഉണ്ട് എന്നും ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മുടെ ഈ ഒരു സയോണെ കുറിച്ചായിരുന്നു. അതായത് സയോന്റെ മുത്തശ്ശനെന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന വ്യക്തി യഥാർത്ഥത്തിൽ സയോന്റെ അച്ഛനായിരുന്നു. അതായത് നമ്മുടെ റിയൽ സയോന്റെ അച്ഛനും ഈ ഒരു സയോണും യഥാർത്ഥത്തിൽ റിയൽ സയോന്റെ മുത്തശ്ശന്റെ മക്കളാണ്. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ അച്ഛനായിട്ടുള്ള ചെയർമാൻ ആയിരുന്നു ഒരു ദിവസം എന്റെ മകനെ മീൻ പിടിക്കുവാനായിട്ടൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മീനൊക്കെ പിടിച്ചതിന് ശേഷം അയാൾ ഒറ്റയ്ക്കായിരുന്നു മടങ്ങി വന്നത്. അവനും വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയെന്ന രീതിക്കാണ് എന്റെ അടുത്ത് പറഞ്ഞതും. പക്ഷേ അവന്റെ ബോഡി എത്രയൊക്കെ അന്വേഷിച്ചിട്ടും കണ്ടു കിട്ടിയുമില്ല. അന്ന് എന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ എന്നറിയാതെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു.
ആ ഒരു സ്ഥലത്ത് വെച്ച് ഏതെങ്കിലും ഒരു ബോഡി കിട്ടിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ ഓടി അവിടേക്ക് എത്തുകയും ചെയ്യുമായിരുന്നു. 20 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് വേദനകൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. ഇനി നിന്റെ അവസരമാണ്. ഇനി മുതൽ നീയാണ് അത് അനുഭവിക്കാനായിട്ട് പോകുന്നതെന്ന് അമ്മയും അവനോട് പറയുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം യൂറിയും വാർത്ത വായിക്കുന്നു. വാർത്തയില് സയോൺ ഇപ്പോഴും വൈഫിന്റെ ബോഡിക്കായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിക്ക് മാത്രമായിരുന്നു വാർത്തയുണ്ടായിരുന്നതും. എങ്കിൽ പോലും യൂറി അതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അടുത്ത വാർത്തയിലേക്ക് പോകുവാനായിട്ട് മടിച്ചു നിന്നിട്ട് അവളും ഹീജുവിനെ ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ എത്രയും വേഗം അതൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. മീഡിയക്കാരെ ഹീജു മരിച്ചു എന്ന് വിശ്വസിക്കുകയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും യൂറിക്ക് അത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവളും ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹീജുവും സയോണും വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആണെന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു എന്ന് നീ എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും എന്നോട് ചോദിക്കാതിരുന്നിട്ടുണ്ടായിരുന്നെന്ന് സങ്വു യൂറിയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും, ഒരിക്കൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ കുറച്ചു കാര്യങ്ങൾ കൂടി അറിയുമെന്നൊക്കെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ ഒരു കാര്യമായിരുന്നില്ലേ എന്ന് യൂറിയും ചോദിക്കുന്നു. ഇത്രയും നാളും നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, എന്തായാലും ഹീജു ഇങ്ങ് വരട്ടെ, അവൾ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇത്രയും നാള് എന്നെ പറ്റിച്ചതില് ഞാനും അവളെ കൊണ്ട് സോറി ഒക്കെ പറയിപ്പിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് യൂറിയും. പക്ഷേ ഹീജുവിന് സംസാരിക്കുവാനായിട്ട് കൂടി സാധിക്കുമായിരുന്നു എന്ന സത്യം സങ് വഴി യൂറി അറിയുമ്പോഴത്തേക്കും, എന്തായാലും നമ്മൾ എത്രയും വേഗം ഹീജുവിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, എന്നിട്ട് അവളുടെ ശബ്ദമൊക്കെ എനിക്ക് കേൾക്കണമെന്ന് യൂറിയും പറയുന്നു. ഇപ്പോഴും ഹീജു ഉള്ളത് വെള്ളത്തിലായിരിക്കുമെന്ന വിശ്വാസത്തില് പോലീസും മറ്റ് സംഘങ്ങളും എല്ലാവരും കൂടി ചേർന്നിട്ട് അന്വേഷണമൊക്കെ നടത്തുകയാണ്. അങ്ങനെയിരിക്കെ പ്രസിഡന്റിന്റെ ഓഫീസിലുള്ളവരും അതുപോലെ തന്നെ ഹീജുവിന്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തവരും എല്ലാവരും തന്നെ ഈ ഒരു അന്വേഷണത്തിൽ അവരുടെ ഒപ്പം കൂടുന്നുമുണ്ട്. ഡയറക്ടർ ഹാനും ഹീജുവിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുമ്പോഴത്തേക്കും കാങ്ങും അവളെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴായിരുന്നു യൂറിയും സാങ്ങുവും കൂടി ഇതേ സ്ഥലത്തേക്ക് എത്തുന്നത്. എല്ലാവരും ഹിജുവിനെ എത്രയും വേഗം കണ്ടെത്തണമെന്ന ഒരു രീതിക്കൊക്കെയാണ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയിരിക്കെ അവരുടെ കൂട്ടത്തിൽ സയോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ സയോൺ എവിടെ പോയെന്ന് യൂറി ചോദിക്കുമ്പോഴത്തേക്കും അവനൊരു കോളൊക്കെ വന്നിട്ട് അത്യാവശ്യമായിട്ട് ഇവിടെ നിന്നും പോയതാണെന്ന് അവരും അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ പോലീസ് ആയിരുന്നു സയോണെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ഥലത്ത് നിന്നും കിട്ടിയ എവിഡൻസ് എല്ലാം തന്നെ പോലീസും അവന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നു. നിലവിൽ പോലീസും ഒരുപാട് അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഹീജുവിനെ കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. സോ അവൾ രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണെന്നൊക്കെ പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും സയോണും അവളെ ജീവനോട് കിട്ടിയില്ലെങ്കിൽ മാത്രമേ മരിച്ചു എന്ന് പറയുവാനായിട്ട് പാടുള്ളൂ. അതുവരെ നമ്മൾ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അതുകൂടാതെ റിയൽ സയോന്റെ അമ്മയും ഹീജുവിന് അപകടം നടന്ന സമയത്ത് ഒരിടത്തും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവരെവിടെയാണ് പോയിട്ടുണ്ടായിരുന്നതെന്നുള്ളതിന്റെ യാതൊരു വിധത്തിലുള്ള തെളിവും നമുക്ക് ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവരെയും സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് സയോൺ പറയുന്നുണ്ടെങ്കിലും പ്രസിഡന്റ് ആകുവാനായിട്ട് മത്സരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ വൈഫാണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല രീതിക്ക് അവരെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സുപ്പീരിയേഴ്സ് അതിന് അനുവദിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. സോ അറസ്റ്റ് വാറന്റ് ഒക്കെ കിട്ടുക എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പോലീസും അറിയിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.